Next topic, specifications. Specifications എന്ന് പറയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓരോ കമ്പോണൻസും ഓരോ കമ്പോണൻസും എന്ത് മെറ്റീരിയൽ കൊണ്ട് കൺസ്ട്രക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ഏത് ടൈപ്പ് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്? ക്ലേ ബ്രിക്സ് ആണോ യൂസ് ചെയ്യുന്നത്, അതോ ഹോളോ ബ്രിക്സ് ആണോ യൂസ് ചെയ്യുന്നത്, അതോ സിമെൻറ്റ് ബ്ലോക്സ് ആണോ യൂസ് ചെയ്യുന്നത്, അതോ ഏതെങ്കിലും പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബ്രിക്സ് ആണോ യൂസ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ ബിൽഡിംഗ് കമ്പോണൻറ്റും എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് എന്നുള്ള എക്സാക്ട് ഡീറ്റെയിൽസ് ആണ് സ്പെസിഫിക്കേഷൻസിനകത്ത് വരുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിംഗ്. അപ്പോൾ ഫ്ലോറിംഗ് നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ സിമെൻറ്റ് ഫ്ലോറിംഗ് കൊടുക്കാം. അപ്പോൾ ഫ്ലോറ് നമ്മൾ വെറുതെ സിമെൻറ്റ് ഇട്ട് പ്ലാസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് റെഡ് ഓക്സൈഡോ ബ്ലാക്ക് ഓക്സൈഡോ ചെയ്യുന്നു. അതല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ടൈൽ ഇടാം, അല്ലെങ്കിൽ ടൈൽസ് അല്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യാം? മാർബിൾ ഫ്ലോറിങ്ങോ ഗ്രാനൈറ്റ് ഫ്ലോറിങ്ങോ അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ബിൽഡിംഗ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈച്ച് ആൻഡ് എവറി ഐറ്റം ഇൻ ഡീറ്റെയിൽ നമ്മൾ പറയുന്നതാണ് സ്പെസിഫിക്കേഷൻസ്. ഇനി നമുക്ക് കോൺക്രീറ്റ് പോയി കഴിഞ്ഞാൽ കോൺക്രീറ്റിങ്ങിനകത്ത് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്? M15 ആണോ, M20 ആണോ, M25 ഗ്രേഡ് ആണോ, ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് ഏതാണ്? ആ സിമെൻറ്റ് ഏത് ടൈപ്പ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഏത് കമ്പനിയുടെ സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്? അത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണോ, പോർട്ട്ലാൻഡ് പൊസലാനിക് സിമെൻ്റ് ആണോ, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻ്റ് ആണോ? ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസിനകത്ത് വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിൻ്റെയും റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വെറുതെ നമ്മൾ സിമെൻറ്റ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ആണെങ്കിൽ അതിന് റേറ്റ് കുറവായിരിക്കും. ടൈൽഡ് ഫ്ലോറിംഗ് ആണെങ്കിൽ ടൈൽസിൻ്റെ റേറ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. മാർബിൾ ഗ്രാനൈറ്റ് അങ്ങനെ വരുമ്പോൾ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് റേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്പെസിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. സ്പെസിഫിക്കേഷൻസ് എപ്പോഴും അതിൻ്റെ ഓണർ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് വേണം നമ്മൾ സ്പെസിഫിക്കേഷൻസ് പ്രിപ്പയർ ചെയ്യാൻ. സോ നമുക്ക് ആ ഡെഫിനിഷൻ നോക്കാം. An engineering specification describes the nature and class of work. Next, materials to be used in the work, workmanship, etc. required for completing an engineering project in accordance with drawings and details. Next നമുക്ക് നോക്കാം necessity of specification. ഫസ്റ്റ് പറയുന്നത് the cost of a unit quantity of work is governed by its specifications. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു ഫ്ലോറിംഗ് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഫ്ലോർ ഇപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ ആണെങ്കിൽ അതിന് റേറ്റ് കുറവായിരിക്കും. ടൈൽഡ് ഫ്ലോർ ആണെങ്കിൽ അതിന് കുറച്ചും കൂടി റേറ്റ് വരും. അപ്പോൾ ടൈൽഡ് ഫ്ലോറിൻ്റെ റേറ്റ് ആയിരിക്കില്ല ഗ്രാനൈറ്റ് ഫ്ലോറിങ്ങിൻ്റെ റേറ്റിങ്, ആ റേറ്റ് ആയിരിക്കില്ല മാർബിൾ ഫ്ലോറിങ്ങിന്, ആ റേറ്റ് അല്ലായിരിക്കും മൊസൈക്ക് ഫ്ലോറിങ്ങിന്. അപ്പോൾ ഓരോ നമ്മൾ ഏത് ഐറ്റമാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. അതാണ് ഫസ്റ്റ് പറയുന്നത്, the cost of a unit quantity of work is governed by its specifications. നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണോ അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. ഈ സെക്കൻഡ് പോയിന്റ് പറയുന്നത് specification of a work are required to describe the quality and quantity of different materials required for construction work and is one of the essential contract document. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷന് PWD അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ടെൻഡർ വിളിക്കുവാണ്. ഇപ്പോൾ ടെൻഡർ വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ടെൻഡർ എടുക്കുവാണ്. ടെൻഡർ എടുത്തു കഴിയുമ്പോൾ അവരുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് അവർ പ്രൊസീഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചില കേസിലാണെങ്കിൽ ഡിസൈനിങ് വർക്കൊക്കെ PWD തന്നെ ചെയ്തിട്ടുണ്ടാകും. ആ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് വേണം ഈ കോൺട്രാക്ടർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ പില്ലറിന് യൂസ് ചെയ്യേണ്ട സിമെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. ഏത് ഗ്രേഡ് ഓഫ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് എത്രയാണ്,
FE500 ആണോ FE500D ആണോ അങ്ങനെ ഓരോ ഡീറ്റെയിൽസും അവരുടെ കോൺട്രാക്ട് ഡോക്യുമെന്റ് ഉണ്ടാവും. അതാണ് ഈ പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് എ വർക്ക് ആർ റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ഇപ്പോൾ FE500നും FE500Dക്കും രണ്ടിൻ്റെയും ക്വാളിറ്റി വ്യത്യാസമുണ്ട്. FE500D എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ ഉണ്ടാവും. അപ്പോൾ സ്പെസിഫിക്കേഷൻസിനകത്ത് ഓരോ ഐറ്റം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും ആ ഓരോ ഐറ്റത്തിനും ഒരു സ്പെസിഫിക് ക്വാളിറ്റി ഉണ്ടാവും. അതാണ് ഈ പോയിന്റ് പറയുന്നത്. അതേ കണക്ക് തന്നെ ഈ സ്പെസിഫിക്കേഷൻസ് ഒരു എസെൻഷ്യൽ കോൺട്രാക്ട് ഡോക്യുമെന്റ് ആണ്. ഇൻ കേസ് ഇപ്പോൾ ഞാനൊരു ബ്രിഡ്ജ് PWD ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ടെൻഡർ കൊടുത്തു. അപ്പോൾ ആ ടെൻഡറിനകത്ത് പറയുന്നത് അവർ FE500D റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യണമെന്നാണ്. അതേ കണക്ക് ഗ്രേഡ് ഓഫ് സിമെന്റ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മുടെ കോൺട്രാക്ടർ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റിന് പകരം പോർട്ട്ലാൻഡ് പൊസലാനിക് സിമെന്റ് യൂസ് ചെയ്തു. അപ്പോൾ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റിന് കിട്ടുന്ന ആ പ്രോപ്പർട്ടീസ് പോർട്ട്ലാൻഡ് പൊസലാനിക് സിമെന്റിന് കിട്ടത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ശരിക്കും പോർട്ട്ലാൻഡ് പൊസലാനിക് സിമെന്റിന് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റിനേക്കാളും സ്ട്രെങ്ത് ഒക്കെ കുറവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് കണക്ക് തന്നെ റേറ്റും വ്യത്യാസമുണ്ട്. സ്ലാഗ് സിമെന്റിന് റേറ്റ് കൂടുതലാണ്, പൊസലാനിക് സിമെന്റിന് റേറ്റ് കുറവാണ്. അപ്പോൾ ടെൻഡർ കൊടുത്തത് കണക്കല്ല അദ്ദേഹം വർക്ക് പ്രൊസീഡ് ചെയ്തത്. ആ കേസിൽ PWDക്ക് ആ ഒരു കോൺട്രാക്ടർക്കെതിരെ കേസിന് പോകാൻ പറ്റും. അവർ കൊടുത്ത സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ആ രീതിയിലല്ല ആ വർക്ക് ചെയ്തതെങ്കിൽ അവർക്കത് കോർട്ടിൽ പ്രൊസീഡ് ചെയ്ത് ആ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ കോൺട്രാക്ട് ഡോക്യുമെന്റ് ആണ്. തേർഡ് പോയിന്റ് പറയുന്നത് specification describe the workmanship and method of doing work. അപ്പോൾ സ്പെസിഫിക്കേഷൻസിനകത്ത് ഏത് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയും ഇൻ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ കോൺക്രീറ്റിംഗ് വർക്ക് ഫോർ എക്സാമ്പിൾ എടുക്കാം. കോൺക്രീറ്റിംഗ് വർക്ക് എടുക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഹാൻഡ് മിക്സ് കോൺക്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസിറ്റ് മിക്സർ യൂസ് ചെയ്യാം. ട്രാൻസിറ്റ് മിക്സർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലോറിയിലേക്ക് കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്യില്ലേ, അതിനെയാണ് ആ ലോറിക്ക് പറയുന്ന പേരാണ് ട്രാൻസിറ്റ് മിക്സർ. ഇപ്പോൾ ഈ ട്രാൻസിറ്റ് മിക്സറിനകത്ത് കോൺക്രീറ്റ് കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഹാൻഡ് മിക്സിംഗ് ആണോ? ഹാൻഡ് മിക്സിംഗ് ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കും മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ മെഷീൻ മിക്സ് ഉണ്ട്, പിന്നെ ഇത് കണക്ക് ട്രാൻസിറ്റ് മിക്സർ ഉണ്ട്. അപ്പോൾ ഏത് മെത്തേഡാണ് ഓരോ വർക്കിനും അഡോപ്റ്റ് ചെയ്യുന്നത് അത് സ്പെസിഫിക്കേഷൻസിനകത്ത് പറയണം. വർക്ക്മാൻഷിപ്പ് ആൻഡ് മെത്തേഡ് ഓഫ് ഡൂയിങ് വർക്ക്. സോ അപ്പോൾ അതിൻ്റെ സൂപ്പർവൈസേഴ്സിനും കോൺട്രാക്ടേഴ്സിനും ഒക്കെ നമുക്ക് ഓരോ വർക്ക് കഴിയുമ്പോഴും അറിയാം നമുക്ക് അടുത്ത വർക്ക് ചെയ്യാനായിട്ട് ഇന്ന എക്യുപ്മെന്റ്സ് വേണം. ഇപ്പോൾ നമ്മുടെ ബ്രിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർക്ക് അറേഞ്ച് ചെയ്യാം. കോൺക്രീറ്റിംഗ് വർക്കിന് വേണ്ടിയിട്ട് ട്രാൻസിറ്റ് മിക്സർ ഉള്ള ഏതെങ്കിലും ഒരു കമ്പനിയെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. റെഡി മിക്സ് കോൺക്രീറ്റ് RMC പ്ലാൻ. അപ്പോൾ ട്രാൻസിറ്റ് മിക്സർ വേണമെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു റെഡി മിക്സ് പ്ലാന്റിനെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അവരായിരിക്കും ആ കോൺക്രീറ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ ഓരോ വർക്ക് കഴിയുമ്പോഴും സ്പെസിഫിക്കേഷൻസ് ആക്യുറേറ്റ് ആണെങ്കിൽ അടുത്ത വർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഫോർത്ത് പോയിന്റ്, സോ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് ഓരോ പോർഷൻ ഓഫ് കൺസ്ട്രക്ഷൻ്റെയും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബ്രിക്ക് വർക്കിൻ്റെ കേസ് തന്നെ പറയാം. ഇപ്പോൾ ബ്രിക്ക് വർക്ക് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്, ആ ബ്രിക്ക് വർക്കിനകത്ത് നമ്മൾ വെറുതെ ബ്രിക്ക് മാത്രമല്ലല്ലോ വെക്കുന്നത്, ആ ബ്രിക്കിൻ്റെ ഇടയിൽ നമ്മൾ സിമെൻറ്റ് മോട്ടാർ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇനി അവിടെ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് മോട്ടാറിന് യൂസ് ചെയ്യേണ്ട സിമെൻറ്റ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യും. ഇനി ആ സിമെൻറ്റ് മോട്ടാർ പ്രിപ്പയർ ചെയ്യാൻ സിമെൻറ്റും ഏത് ടൈപ്പ് സിമെൻറ്റും ഏത് ടൈപ്പ് ഫൈൻ അഗ്രിഗേറ്റും ആണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർക്കിനും എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും എന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അതാണ് ഈ ഫോർത്ത് പോയിന്റ് പറയുന്നത്. As the rate of work is based on specification, a contractor can calculate the rates of various items work in a tender with his procurement rates of materials and labor. The next fifth point, specification describes the equipments, tools and plans to be encased for a work and thus enabled to procure them beforehand.
അപ്പോൾ ഓരോ വർക്ക് കഴിയുമ്പോഴും നമ്മുടെ സ്പെസിഫിക്കേഷൻസ് ആക്യുറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത വർക്ക് ഏതാണ് നമുക്ക് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. And last one, specification is an essential contract document and is required for arbitration or court cases. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ടല്ല, ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻസ് പ്രിപ്പയർ ചെയ്തു, ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടല്ല ഒരു കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ആ കോൺട്രാക്ടർക്കെതിരെ കേസിന് പോകാം. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. So next, moving on to our next topic, how to write specifications. First one, description of materials. ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽസ് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളൊരു കോൺക്രീറ്റിംഗ് വർക്ക് എടുക്കാം, റൂഫ് കോൺക്രീറ്റിംഗ്. അപ്പോൾ റൂഫ് കോൺക്രീറ്റിംഗ് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം? റൂഫ് കോൺക്രീറ്റിങ്ങിന് കോൺക്രീറ്റ് ഉണ്ടാവും, അത് കണക്ക് തന്നെ റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ടാവും. കോൺക്രീറ്റ് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് സിമെന്റ് വേണം, ഫൈൻ അഗ്രിഗേറ്റ് വേണം, കോഴ്സ് അഗ്രിഗേറ്റ് വേണം. ഇനി എത്ര കിലോഗ്രാം ഫൈൻ അഗ്രിഗേറ്റ് വേണം, എത്ര കിലോഗ്രാം കോഴ്സ് അഗ്രിഗേറ്റ് വേണം, എത്ര കിലോഗ്രാം ഫൈൻ അഗ്രിഗേറ്റ് വേണം, എത്ര ലിറ്റർ വാട്ടർ വേണം, അതേ കണക്ക് എത്ര ടൺസ് ഓഫ് സ്റ്റീൽ വേണം, ഇതെല്ലാം നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതാണ് ഫസ്റ്റ് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ. The quantity and size of materials required to do an item of work shall be fully described. അത് ആക്യുറേറ്റ് ആയിരിക്കണം. അതിനകത്ത് സെക്കൻഡ് പറയുന്നത്, the proportion of mixing and treatment of materials if required before use shall be clearly described. ഇനി അടുത്ത സെക്കൻഡ് പോയിന്റ്, വർക്ക്മാൻഷിപ്പ്. വർക്ക്മാൻഷിപ്പിനകത്ത് പറയുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം, റൂഫ് കോൺക്രീറ്റിംഗ്. ഇപ്പോൾ റൂഫ് കോൺക്രീറ്റിംഗ് വർക്കിനകത്ത് നമുക്ക് എങ്ങനെ നമ്മൾ റൂഫ് കോൺക്രീറ്റിംഗ് വർക്ക് പ്രൊസീഡ് ചെയ്യുന്നു? റൂഫ് കോൺക്രീറ്റിംഗ് വർക്കിനകത്ത് കോൺക്രീറ്റിംഗ് വർക്കിന് നമ്മൾ റെഡി മിക്സ് പ്ലാന്റ് ആണോ, RMC ആണോ യൂസ് ചെയ്യുന്നത്? റെഡി മിക്സ് പ്ലാന്റ് ചെയ്യുന്ന ട്രാൻസിറ്റ് മിക്സർ വഴി കോൺക്രീറ്റ് പമ്പ് ചെയ്യണോ, പമ്പ്ഡ് കോൺക്രീറ്റ് ആണോ യൂസ് ചെയ്യുന്നത്, അതോ മെഷീൻ മിക്സിംഗ് ആണോ എടുക്കുന്നത്, അതോ ഹാൻഡ് മിക്സിംഗ് ആണോ? അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ആ വർക്ക് പ്രൊസീഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അതാണ് വർക്ക്മാൻഷിപ്പിനകത്ത് പറയുന്നത്. മിക്സിംഗ് ഓഫ് ദ പ്രപ്പോർഷൻസ്, ലേയിങ്, പ്രിപ്പറേഷൻ ഓഫ് ബേസ് ഓർ സർഫസ്, കോമ്പാക്ടിങ്, ഫിനിഷിംഗ് ആൻഡ് ക്യൂറിംഗ്. അപ്പോൾ കോൺക്രീറ്റിംഗ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം? ആദ്യം കോൺക്രീറ്റിങ്ങിന് ഒരു ഷട്ടറിങ് വേണം, ആ കോൺക്രീറ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ അത് ലേ ചെയ്യുന്നു, കോൺക്രീറ്റ് ലേ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കോമ്പാക്ട് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു, ക്യൂർ ചെയ്യുന്നു. ജസ്റ്റ് ആ ഒരു വർക്ക്, ആ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ കോൺക്രീറ്റിംഗ് ആണെങ്കിൽ ആ കോൺക്രീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റിംഗ് അത് സ്റ്റാർട്ടിങ് മുതൽ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഫൈനൽ സ്റ്റേജ് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് വർക്ക്മാൻഷിപ്പിനകത്ത് പറയുന്നത്. ഇനിയിപ്പോൾ അതുപോലെ ഒരു ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എന്ത് വേണം? ഫൗണ്ടേഷന്റെ ട്രെഞ്ച് എക്സ്കവേഷൻ കഴിഞ്ഞ് ഫൗണ്ടേഷൻ ലേയിങ്, ഇപ്പോൾ സ്റ്റോൺസ് ആണെങ്കിൽ സ്റ്റോൺ വെച്ച് ലേ ചെയ്യുന്നു അപ് ടു പ്ലിന്ത് ലെവൽ. അത് കഴിഞ്ഞിട്ട് പ്ലിന്ത് ലെവൽ കഴിഞ്ഞിട്ട് ആ ഫൗണ്ടേഷന്റെ ഇടയ്ക്കുള്ള സോയിൽ പോർഷൻ, ഇടയ്ക്കുള്ള ഗ്യാപ്പ് സോയിൽ ഇട്ട് ഫില്ല് ചെയ്യുന്നു. അങ്ങനെ ഓരോ വർക്കിന്റെയും ഇൻ ഡീറ്റെയിൽ ആണ് വർക്ക്മാൻഷിപ്പിനകത്ത് പറയുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷൻ ട്രെഞ്ച് കുഴിക്കുന്നത് ശരിക്കും ലേബേഴ്സിനെ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെഹിക്കിൾസ് വെച്ചിട്ടാണോ, എക്സ്കവേറ്റേഴ്സ് വെച്ചിട്ടാണോ നമ്മൾ സോയിൽ ഡിഗ് ചെയ്യുന്നത്? അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വർക്ക്മാൻഷിപ്പിനകത്ത് വരും. ഈ തേർഡ് ആണ് ടൂൾസ് ആൻഡ് പ്ലാൻസ്. ടൂൾസ് ആൻഡ് പ്ലാൻസിനകത്ത് നമ്മൾ എന്തൊക്കെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നു, എന്തൊക്കെ മെഷീൻസ് യൂസ് ചെയ്യുന്നു ഒരു വർക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട്, അത്രയേ ഉള്ളൂ ടൂൾസ് ആൻഡ് പ്ലാൻസിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂ വർക്ക്. The method of protection of new work against damage or the method of curing if required. The test of completed work if necessary shall be described. അതൊക്കെ കോൺക്രീറ്റിംഗ് വർക്കൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. കോൺക്രീറ്റിംഗ് എന്താണ്? കോൺക്രീറ്റിന് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഫ്രഷ് കോൺക്രീറ്റ് അതിനകത്ത് എന്ത് ചെയ്യും? ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ആ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത് ഒരുപാട് എക്സസ് ആയി കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ എന്ത് ഫോം ചെയ്യും? ക്രാക്സ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ക്രാക്സ് വരാതിരിക്കണമെങ്കിൽ
ആ കോൺക്രീറ്റ് ജസ്റ്റ് ഒന്ന് ഹാർഡൻ ആയി കഴിയുമ്പോൾ തന്നെ അതിന്റെ മുകളിലേക്ക് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യണം ടു റെഡ്യൂസ് ദ ഹീറ്റ് ലിബറേറ്റഡ്. അപ്പോൾ അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂ വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കോളം ഇറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. കോളം ഇറക്റ്റ് ചെയ്യുമ്പോൾ കോളത്തിനകത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് പോറ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് പോറ് ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റ് കോളത്തിന് നമ്മൾ ഷട്ടറിങ് കൊടുത്തിട്ടുണ്ടാകും, അതിനെ ആ കോൺക്രീറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ. അതൊരു കാരണവശാൽ മൂവ് ചെയ്യാൻ പാടില്ല. അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂ വർക്കിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്പ്രഷൻസ്. എക്സ്പ്രഷൻസ് എന്ന് മെൻഷൻ ചെയ്താൽ നമ്മൾ സ്പെസിഫിക്കേഷൻസ് എഴുതുമ്പോൾ സ്പെസിഫിക്കേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം സ്പെസിഫിക്കേഷൻസ് മെൻഷൻ ചെയ്യാനായിട്ട്. അതിനകത്ത് ഇനി ചില ടേംസ് യൂസ് ചെയ്യുമ്പോൾ മോർ ദാൻ വൺ മീനിങ് ഉള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ സ്പെസിഫിക്കേഷൻസ് പറയുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, അതിന് മോർ ദാൻ വൺ മീനിങ് ഉണ്ടാകാൻ പാടില്ല. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം എഴുതാനായിട്ട്. അതാണ് അവിടെ പറയുന്ന എക്സ്പ്രഷൻസ്. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ് ക്ലാസസ് ഓഫ് സ്പെസിഫിക്കേഷൻസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓരോ വർക്കും. അപ്പോൾ ഓരോ വർക്കും ഫസ്റ്റ് നമ്മളൊക്കെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വേണ്ടത്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞ് അടുത്ത വർക്ക് എന്തായിരിക്കും? ഫൗണ്ടേഷൻ ലേയിങ് ആയിരിക്കും. ഫൗണ്ടേഷൻ ലേയിങ് അപ് ടു പ്ലിന്ത് ലെവൽ. അപ്പോൾ പ്ലിന്ത് ലെവൽ വരെ ഫൗണ്ടേഷൻ ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെഞ്ച് എന്ത് ചെയ്യും? എക്സ്കവേറ്റഡ്. ഇപ്പോൾ എക്സ്ട്രാ ട്രെഞ്ച് കുഴിച്ചതിനകത്ത് എന്തെങ്കിലും ബാക്കി പോർഷൻസ് സോയിലിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെയുള്ള ഓരോ വർക്കും ഇൻ ഓർഡർ ആയിരിക്കും നമ്മൾ സ്പെസിഫിക്കേഷൻസിനകത്ത് എഴുതേണ്ടത്. അതാണ് ഈ പറയുന്നത് ഷാൽ ബി അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഇൻ വിച്ച് വർക്ക് ഷാൽ ബി ക്യാരിഡ് ഔട്ട്. പിന്നെ പറയുന്നതാണ് കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ബട്ട് നോട്ട് repeated information shall be given so that the owner and contractor carry out work following the specifications. So എല്ലാ കാര്യങ്ങളും ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാകണം. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് സ്പെസിഫിക്കേഷൻസ്. സ്പെസിഫിക്കേഷൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ജനറൽ സ്പെസിഫിക്കേഷൻ, സെക്കൻഡ് വൺ ആണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ്. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നേരത്തെ പറഞ്ഞു. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പോലെ തന്നെയാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ്. ഓരോ വർക്കും ഇപ്പോൾ ഓരോ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. അത് കഴിഞ്ഞ് അടുത്ത വർക്ക് എന്താണ്? ഫൗണ്ടേഷൻ ലേയിങ് ആണ്. അപ്പോൾ അതിന്റെ ഓരോ വർക്കും ഇൻ ഡീറ്റെയിൽ പറയുന്നതാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ്. എങ്ങനെയാണ് ഓരോ വർക്കിന്റെയും സ്പെസിഫിക്കേഷൻസ് ഇൻ ഡീറ്റെയിൽ പറയുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. അത് കണക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ വരുമ്പോഴും നിങ്ങൾക്ക് അത് എപ്പോഴും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ജനറൽ സ്പെസിഫിക്കേഷൻ. So general specificationsനകത്ത് it gives a brief description of each and every item. ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനേ ഉണ്ടാകത്തുള്ളൂ എല്ലാ ഐറ്റത്തിനെയും പറ്റിയിട്ട്. In general specification, the nature and class of work, name of material and proportions that should be used in various items are described. ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാകത്തില്ല. നമ്മുടെ വർക്ക് എന്തൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യും, ഇത് കണക്ക് തന്നെ നമ്മുടെ സിമെന്റ് കോൺക്രീറ്റിന്റെ മിക്സ് പ്രപ്പോർഷൻ എത്രയാണ്, സിമെന്റ് പ്ലാസ്റ്ററിങ്ങിന്റെ മിക്സ് പ്രപ്പോർഷൻ എത്രയാണ് നമ്മൾ തിക്നെസ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വളരെ ആക്യുറേറ്റ് മെഷർമെന്റ്സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് എന്തൊക്കെയാണെന്നോ, നമ്മുടെ ലേബർ കോസ്റ്റ് എത്ര വരുമെന്നോ, ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും, നമ്മുടെ ഓരോന്നിന്റെ മെഷർമെന്റ്സ് എത്രയാണ്, അങ്ങനെയുള്ള എക്സാക്ട് ആക്യുറേറ്റ് ഡീറ്റെയിൽസ് ജനറൽ സ്പെസിഫിക്കേഷൻസിനകത്ത് വരില്ല. നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽസ്, എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് വേണമെന്നൊരു റഫ് ഐഡിയ മാത്രമേ ജനറൽ സ്പെസിഫിക്കേഷനകത്ത് നിന്ന് കിട്ടുള്ളൂ. എക്സാക്ട് വാല്യൂസോ എക്സാക്ട് നമ്പേഴ്സോ ഒന്നും ജനറൽ സ്പെസിഫിക്കേഷൻസിനകത്ത് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എടുക്കുന്നത്. സോ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് പറയുമ്പോൾ qualities and quantities of material, the proportion of mortar, workmanship, the method of preparation and execution, and the methods of measurements. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് വരും. ക്വാളിറ്റീസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ഉണ്ടാവും, മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ലാബിൽ
കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ ചെക്ക് ചെയ്തില്ലേ, അത് കണക്ക് തന്നെ ഫൈൻ അഗ്രിഗേറ്റ് സിമെന്റിന്റെ ടെസ്റ്റസ് ഒക്കെ പെർഫോം ചെയ്തു. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസിന്റെയും ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഫൈനസ് ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ അങ്ങനെ ഓരോ ടെസ്റ്റസും നമ്മൾ ലാബിൽ ചെയ്യുന്ന ഓരോ ടെസ്റ്റും അത് ഇതിന്റെ സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സ് അല്ലെങ്കിൽ സിമെന്റിന്റെയൊക്കെ ക്വാളിറ്റി പ്രൂവ് ചെയ്യാനാണ്. പിന്നെ പറയുന്നതാണ് പ്രപ്പോർഷൻ ഓഫ് മോട്ടാർ ഇപ്പോൾ ബ്രിക്ക് വർക്കിനാണെങ്കിലും മോട്ടാർ വേണം, പ്ലാസ്റ്ററിങ്ങിനാണെങ്കിലും മോട്ടാർ വേണം. അപ്പോൾ മോട്ടാറിന്റെ പ്രപ്പോർഷൻസ് എത്ര പ്രപ്പോർഷനിലാണ് സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും തമ്മിൽ മിക്സ് ചെയ്യുന്നത്. പിന്നെ വർക്ക്മാൻഷിപ്പ്, ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ ആൻഡ് ദ മെത്തേഡ് ഓഫ് മെഷർമെന്റ്സ്. സോ ഓരോ വർക്കും എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് ഉണ്ടാകും. ഇപ്പോൾ കോൺട്രാക്ടർ എത്ര എമൗണ്ട് വരെ ഓരോന്നിനും സ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് വരും. അത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ഈ പോയിന്റ്സ് നോക്കാം. Detailed specifications are arranged as far as possible in the same sequence of order as the work is carried out. അപ്പോൾ നമ്മൾ ഓരോ വർക്കും പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് ഫസ്റ്റ് എന്തായിരിക്കും എർത്ത് വർക്ക് എക്സ്കവേഷൻ, പിന്നെ ഫൗണ്ടേഷൻ, പിന്നെ ബ്രിക്ക് മേസണറി, പിന്നെ റൂഫ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യും, പ്ലാസ്റ്ററിങ് ചെയ്യും. പ്ലാസ്റ്ററിങ് കഴിയുമ്പോൾ ഫ്ലോറിംഗ് ഉണ്ടാകും. ഫ്ലോറിങ് കഴിയുമ്പോൾ പെയിന്റിംഗ് വർക്ക്. അങ്ങനെ ഓരോ വർക്കും അതിന്റെ സീക്വൻസിലായിരിക്കും സ്പെസിഫിക്കേഷൻസിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. So detailed specifications, if prepared properly, are helpful for the execution of work. നമുക്കത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ആക്യുറേറ്റ് ആണെങ്കിൽ നമുക്ക് ഓരോ വർക്കും കഴിയുമ്പോഴും അടുത്ത വർക്ക് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും. ആദ്യത്തെ 4 days അല്ലെങ്കിൽ ആദ്യത്തെ 2 weeks നമുക്ക് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ നമുക്ക് 1 week ഗ്യാപ്പ് ഉണ്ട്. അത് കഴിയുമ്പോഴേക്ക് അടുത്ത വർക്കാണ്. ആ വർക്കിന് വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യണം, ആരുടെ നിന്ന് പർച്ചേസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു പ്രോപ്പർ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. So it is an important part of contract document. So ഈ ലെക്ചറിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ലെക്ചറിൽ ഈ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ നമ്മൾ പഠിക്കുകയാണ്. ഇൻ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ഒരു ബിൽഡിങ്ങിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ബിൽഡിങ്ങിന് ഫൗണ്ടേഷൻ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എർത്ത് എക്സ്കവേറ്റ് ചെയ്യും. അപ്പോൾ എക്സ്കവേഷന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കോൺട്രാക്ടർ കെയർഫുൾ ആകേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാംസിന് ചോദിക്കാറുണ്ട്. അത് കണക്ക് തന്നെ നമുക്കൊരു 2 മാർക്കും 3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ ഒരു 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല കെയർഫുൾ ആയിട്ട് തന്നെ പഠിക്കുക. സോ നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു.